അത്യാധുനിക ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്ന പുതിയ യുദ്ധതന്ത്രവുമായി ഹിസ്ബുള്ള. കേബിൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ഫൈബർ ഒപ്റ്റിക്കഡ് ക്വാഡ്കോപ്റ്റർ ഡ്രോണുകളാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. അത്യാധുനിക ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്ന പുതിയ യുദ്ധതന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. കേബിൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ഫൈബർ ഒപ്റ്റിക് ക്വാഡ്കോപ്റ്റർ ഡ്രോണുകളാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിന് വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ റേഡിയോ തരംഗങ്ങൾക്ക് പകരം നേർത്ത ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവയെ ജാം ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിനെ ഇപ്പോൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും. സാധാരണ ഡ്രോണുകൾ വയർലെസ് സിഗ്നലുകൾ വഴിയാണ് നിയന്ത്രിക്കപ്പെടാറുള്ളത്. ഇത്തരം സിഗ്നലുകളെ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനും ഡ്രോണുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനും ഇസ്രയേലിന് എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. എന്നാൽ ഹിസ്ബുള്ളയുടെ പുതിയ ഡ്രോണുകൾ ഓപ്പറേറ്ററുമായി നേരിട്ട് കേബിൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സിഗ്നലുകൾ തടയാൻ കഴിയില്ല. ഇത് വലിയൊരു പ്രഹരം തന്നെയാണ് ഇസ്രയേലിന് മേലേറ്റിരിക്കുന്നത്. ഏകദേശം 15 കിലോമീറ്റർ വരെ നീളമുള്ള അതിശക്തവും എന്നാൽ ഭാരം കുറഞ്ഞതുമായ കേബിളുകളാണ് ഇതിനായി ഉപയോഗിക്കപ്പെടുന്നത്. റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നതിനാൽ ഡ്രോൺ എവിടെ നിന്നാണ് വരുന്നതെന്നോ അതിന്റെ ഓപ്പറേഷൻ എവിടെ നിന്നാണെന്നോ കണ്ടെത്തുക സാധ്യമാണെന്നത് ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധഭൂമിയിൽ നേരത്തെ പരീക്ഷിക്കപ്പെട്ട ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഹിസ്ബുള്ള ഫലപ്രദമായി തന്നെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഏതാനും കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും. അടുത്തിടെ നടന്ന ഒരു ആക്രമണത്തിൽ ഇസ്രയേൽ സൈനികമായ ഇദാൻ ഫൂക്സ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഹിസ്ബുള്ള തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ മാറ്റാനെത്തിയ ഹെലികോപ്റ്ററുകളെ പോലും ലക്ഷ്യമിടാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നു എന്നത് കൂടുതൽ ഭീഷണിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ ഇത്തരം ഡ്രോണുകളെ തടയാൻ വലകൾ ഉപയോഗിച്ചുള്ള പ്രതിരോധം ഇസ്രയേൽ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണെന്നതും വ്യക്തമല്ല. ഇലക്ട്രോണിക് യുദ്ധമുറകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ ഈ അദൃശ്യ ആയുധത്തെ നേരിടാൻ പുതിയ വഴികൾ തേടുകയാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.